ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വാഹനമാണ്. മാരുതിയുടെ സ്വന്തം ഓൾട്ടോ 800 ആണ്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് VXI ഓപ്ഷനിൽ വന്നേക്കണം. 2019 മോഡൽ 5-ാം മാസം പുറത്തേക്ക് വന്നാണ്. സിംഗിൾ ഓണർ വാഹനമാണ്. കിലോമീറ്ററൊക്കെ ലോ കിലോമീറ്റർ തന്നെയാണ്. ഇതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരെ കണ്ടേക്കാം. പിന്നെ പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ VXI ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്. അത് എടുത്തു വരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2019 മുതലാണെന്ന് തോന്നുന്നു എയർ ബാഗ് ഫ്രണ്ടിൽ ഉണ്ടെന്ന് നിർബന്ധമാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻട്രോ. നമുക്ക് വാഹനം കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് 2019 മോഡലിൽ പുറത്തേക്ക് വന്നേക്കണം. 2019 5-ാം മാസം പുറത്തേക്ക് വന്നേക്കണം ഓൾട്ടോ 800 VXI. അപ്പോൾ ഈ ഒരു വാഹനം സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, പെട്രോൾ എഡിഷൻ വന്നേക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കണമെങ്കിൽ വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ്. രജിസ്ട്രേഷൻ വന്നത് KL 35 ആണ്. കേട്ടോ, വളരെ നീറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്ന വാഹനം. പിന്നെ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്തുണ്ട്. എവിടെ നോക്കിയാലും ഒരു പെർഫെക്ഷൻ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു വാഹനം, നല്ല ഭംഗിയിൽ തന്നെ നടക്കുന്ന വാഹനമാണ്. ഇനി നമുക്കിതിൻ്റെ എഡ്ജസും അതേപോലെ ടയറും കാര്യങ്ങളും നോക്കിയേക്കാം. വീലാർസ് നോക്കാം. വീലാർസ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീലാർസ് അല്ല, നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ്. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സാണ്. അതേപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടിരിക്കുന്നു. ബോണറ്റിലേക്ക് വരാം. ബോണറ്റിൽ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ്. ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് കൂടെ നീറ്റായിട്ട് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ, ഇനി നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വീലാർസ് നോക്കാം. ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ടയർ കണ്ടീഷനും നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. അതുപോലെ വീൽ കപ്പും കാര്യങ്ങളും നമുക്കിവിടെ കാണാം. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോറും ഇവിടെ നീറ്റായിട്ട് ഇങ്ങനെയാണ് ഡോർസ്. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ ഡോർ വൈസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെയും വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ടയർ പുത്തൻ ടയേഴ്സ് തന്നെയാണ്, നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഡിഫോഗേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. VXI ആയതുകൊണ്ട് തന്നെ ഓൾട്ടോൻ്റെ ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വേറെ ഓപ്ഷൻസും നമുക്കിവിടെ കിട്ടുന്നില്ല. ബമ്പേഴ്സിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ആ ഒരു ക്രോമിയം കവർ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരാം. 2 ഡോറും ഇവിടെ ഓക്കെയാണ്. നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ നീറ്റാണ്. അതേപോലെ ഇവിടെ ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ LED കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. കണ്ടോ, ഇനി നമുക്ക് വാഹനത്തിന് ഇൻറ്റീരിയേഴ്സും വിശദമായിട്ടും പരിചയപ്പെട്ടേക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ മിഡിലായിട്ട് ഇവിടെ നമുക്ക് എയർ ബാഗ്, അപ്പോൾ ഡുവൽ എയർ ബാഗ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡോറ് കീ ഒന്ന് എടുക്കട്ടെ. കീ എടുത്തിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സുള്ള കിലോമീറ്റേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. 33,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പ്ലാറ്റ്ഫോം നോക്കാം. മാറ്റൊക്കെ ഭംഗിയിൽ തന്നെ നടക്കുന്ന മാറ്റ്. അതേപോലെ തന്നെ ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ്. കുറച്ച് ലൈറ്റ് കുറവാണ്, കാരണം ഇവിടെ കുറച്ച് മഴക്കാരൊക്കെ ആയിട്ട് ലൈറ്റ് പ്രശ്നത്തിലാണ്. സീറ്റ്സും ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ ഭാഗത്ത് സീറ്റ് നോക്കാം. റിയർ ഭാഗത്ത് സീറ്റും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. റൂഫ് വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന റൂഫ്, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ റോളിംഗ് വിൻഡോസാണ് വന്നേക്കുന്നത്. സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂമും നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിരിക്കും. ലെഗ് റൂമും ലൈറ്റ് കുറച്ച് കുറവാണ്, ക്ഷമിക്കണം. ഓക്കെ, ഇനി ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടും അതേപോലെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ എൻ്റെ എൻജിൻ റൂമൊന്ന് ഓപ്പൺ ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓൾട്ടോ 800ൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. വളരെ നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വാഹനം. ഉണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ്. ബാറ്ററി നോക്കാം. ബാറ്ററി പക്ക കണ്ടീഷനിലിരിക്കുന്ന ബാറ്ററി. എഡ്ജസ് നോക്കാം. പേസ്റ്റിങ് കാര്യങ്ങൾ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണം ഒരു എഡ്ജസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ
ടേസ്റ്റും കാര്യങ്ങളും നോക്കാം. ലിഡ് നോക്കാം. ലിഡിൽ എന്തെങ്കിലും ഡെൻഡോ പാച്ച് കഴിഞ്ഞാൽ അത് നോക്കാം. നല്ല വൃത്തിയിൽ നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ലിഡാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓൾട്ടോ 800 ബൂട്ട് സ്പേസ്. ഇങ്ങനെ ലാവിഷായിട്ടുള്ള ബൂട്ട് സ്പേസ് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നത് കുഴപ്പമൊന്നുമില്ല. ബൂട്ട് നീറ്റാണ്, വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബൂട്ടാണ്. അതേപോലെ ഹെഡ്ജസ് നോക്കാം. ഹെഡ്ജസൊക്കെ വൃത്തിയിൽ നീറ്റായിട്ടിരിക്കുന്ന ഹെഡ്ജസ് നടക്കും. നല്ല വൃത്തിയിൽ തന്നെ ഒരു ഡെൻഡോ പാറ്റോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ ലോവർ പാട്ട് നോക്കാം. ഇവിടെയും നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു എഡ്ജസ് ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടയർ നോക്കിക്കാം. ഗ്രിപ്പും കാര്യങ്ങളും ശ്രദ്ധിക്കാം. ലൈറ്റ് കുറച്ച് കുറവാണ്. ഗ്രിപ്പ് കുഴപ്പമൊന്നുമില്ല. ഒരു 60% ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ്. നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓൾട്ടോ 800 2019 മോഡൽ കണ്ടു കഴിഞ്ഞു. ഓൾട്ടോ 800 VXA ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനമാണ്. KL 35 ആണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. 33,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. പിന്നെ ലൈഫ് ടൈം ടാക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന വാഹനമാണ്. അതേപോലെ തന്നെ 800 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ എക്സ്പയറി വന്നത് 28/7/2034 വരെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എടുത്തു വരേണ്ട ആവശ്യമില്ല. ഇത് ഓൾട്ടോ 800 VXA ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിലേക്ക് അടക്കാം. റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ടാണ് ഈ വാഹനം നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ മറക്കരുത്. 70126665 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് വാട്സാപ്പ് ചെയ്തേക്കാം. ചെറിയൊരു സമ്മാനം എൻ്റെ വകയുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മം ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോകാം. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,40,000 ആസ്കിംഗ് പ്രൈസ്. 3.40 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിളിക്കാൻ മറക്കരുത്, മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത കാര്യത്തിൽ വീഡിയോ കാണാൻ പറ്റാൻ പോയിട്ടേക്ക്.